നമ്മളിപ്പോൾ നിൽക്കുന്നത് പനമ്പള്ളി നഗറാണ്. പനമ്പള്ളി നഗരത്തെ ബാബ അറേബ്യയിലേക്കാണ് നമ്മൾ ഇന്നത്തെ യാത്ര. അപ്പോൾ ബാബ അറേബ്യ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ 1-2 ഡിഷസ് ഉണ്ട്. അപ്പോൾ അതിലേതെങ്കിലും നമ്മൾക്ക് ട്രൈ ചെയ്ത് നോക്കണം. അവിടെ കുറച്ച് കൊള്ളാവുന്ന ഡിഷ് എന്ന് പറഞ്ഞിട്ട് അപ്പാമ്മ എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഏതാണെന്ന് നമുക്ക് കഴിച്ച് നോക്കാം, എന്താണ് അവിടുത്തെ പ്രത്യേകത എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണമെങ്കിലേ നമുക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഫുൾ സപ്പോർട്ട് തന്നെ, നല്ല കട്ട സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ബാബ അറേബ്യയിലെ വിശേഷങ്ങൾ അറിയാം. എന്തായാലും ഒന്ന് ചെന്ന് നോക്കാം എന്താണെന്നുള്ളത്. ഇതാണ് ബാബ അറേബ്യയുടെ ഇന്റീരിയർ വരുന്നത്. ജിജിനല്ലേ വരുന്നത്? ജിജിൻ എവിടെ സ്ഥലം? ട്രിവാൻഡ്രം. നമ്മളാ ഒന്നാമത് തിരുവനന്തപുരംകാരനാണ്. അപ്പോൾ ജിജിൻ തന്നെ ഇതിൻ്റെ പൊക്കത്ത് തന്നെ സീഷ കഫേ ഉണ്ട്, ഇതിൻ്റെ പൊക്കത്ത് തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ട ആലുവയിൽ ഇന്റീരിയർ ആണ്. ഇതിൻ്റെ പൊക്കത്തേക്ക് നമുക്ക് പോയി നോക്കാം. അപ്പോൾ ജിജിനാണ് എന്നെ കൊണ്ടുപോകുന്നത്. പോയി നോക്കാം. ഇവിടെ വേറെ മൂഡാണ്. അപ്പോൾ എന്തായാലും നമ്മളിവിടെ ഷീഷ സെറ്റ് ചെയ്ത് തരാറുണ്ട്. നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണെന്നുള്ള കാര്യം. ഒരു ഇന്ത്യയിൽ ടോട്ടലി നമ്മൾ താഴ്ത്തേണ്ട പോലെയല്ല, ടോട്ടലി വേറൊരു ഡാർക്ക് മൂഡാണ്. അടിപൊളിയാണ്. നോക്കാം നമുക്ക് എന്തായാലും. ഷീഷ വലിക്കുന്ന സ്പോട്ടാണിത്. ഇതിൻ്റെ പൊക്കത്ത് തന്നെയാണ്. ഇവിടെ നമ്മളുടെ കുറച്ച് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. മറ്റേ വരുന്ന ഋഷികേഷ്
ഋഷികേഷാണ്. ഋഷികേഷ് ബ്രോ ആണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ ഋഷികേഷ് ഇവിടെ എറണാകുളം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഞാൻ കയ്യോട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവൻ ഒരെണ്ണം ഞാൻ അവനോട് ചോദിച്ച് വാങ്ങിക്കുവാണ് എങ്ങനെയാണെന്ന് അറിയാമെന്നുള്ളത്. എന്തായാലും ഫ്ലേവേർഡാണല്ലോ, ഫ്ലേവേർഡാണ്. എന്തായാലും കാണാം. നമ്മുടെ ചാനൽ ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നല്ല സപ്പോർട്ട് വേണം. ഓക്കെ, അറിയിക്കൂടെയാണ്. ബൈ. അപ്പോൾ എന്തായാലും ശീശോ ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ പോകാം. അപ്പോൾ ഇതിനെ ഇതിനും ബൈ ബൈ പറഞ്ഞിട്ട് താഴെ അപ്പോൾ കബാമിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് എൻ്റെ ഒപ്പമുള്ള ഭാനുത്താത്തയാണ്. അപ്പോൾ ഇത്ത എന്താണ് കണ്ണൂരാണ്, ഇപ്പോൾ എറണാകുളത്താണ്. അപ്പോൾ നമ്മുടെ കണ്ണൂരുകാരിയാണ്, ഇപ്പോൾ എറണാകുളത്താണ് ആൾ നിൽക്കുന്നത്. ഇവിടുത്തെ ഇൻചാർജാണ്, ഇവിടെ സപ്ലൈസിംഗായിട്ടും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്ത നമുക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞുതരും. കബാമ എന്താണെന്ന് അധികം പേർക്കെന്ന് പറയാൻ ചാൻസ് ഇല്ല. അറബി ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ അറിയാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ ഇത്ത ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എങ്ങനെയാണ്, ഇത് എങ്ങനെയാണ് ഇത് നമ്മൾ ഉണ്ടാക്കുന്നത്? ഇത് കബാമ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ടർക്കിഷ് ബിരിയാണിയാണ്. ഓക്കെ, ഇത് നമ്മൾ ഒലിവ് ഓയിലും പിന്നെ ബട്ടറൊക്കെ യൂസ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്തെടുത്ത് എടുക്കുന്നതാണ്. പിന്നെ അത് നമ്മൾ ഷഡഡ് മീറ്റാണ്, ചോപ്പഡ് മീറ്റാണ് ആയിട്ട് നമ്മളത് ആദ്യം ചട്ടിയിൽ അത് മേക്ക് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ഓവനിൽ വെച്ചിട്ട് ദം ഇട്ടിട്ടാണ് ഓവനിൽ നമ്മൾ അത് ചട്ടിയിലാണ് ദം ചെയ്യുന്നത്. എന്നിട്ട് അത് ഓവനിലേക്ക് വെച്ചിട്ട് നമ്മളത് ചെയ്ത് സേവ് ചെയ്തിട്ട് എടുക്കുന്നതാണ്. പിന്നെ നമ്മളത് ഫുള്ളായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അത് 4 പേർക്ക് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ ഫയർ ചെയ്തിട്ടാണ് നേരിട്ട് നമ്മൾ ടേബിളിലേക്ക് കൊണ്ടുവരും. ഫയറിലായിട്ട് അത് ഓൺ ദ ടേബിളിൽ കൊണ്ടുവന്നിട്ട് അവിടെ നിന്നാണ് നമ്മൾ സേവ് ചെയ്ത് കൊടുക്കുന്നത്. ഫുള്ളെടുത്താൽ 4 പേർക്ക് കഴിക്കാൻ പറ്റും, എടുത്താൽ ഒരാൾക്കും കഴിക്കാൻ. അപ്പോൾ അത് നല്ല വയറ് നിറച്ച് കഴിക്കാനും പറ്റും, എല്ലാവർക്കും നല്ല സാറ്റിസ്ഫൈഡ് ആണ്. നല്ല ഒരു ഡിഷാണ്. ഇതിന്റെ ഒപ്പം നമ്മൾ എന്തെങ്കിലും ഡിഷ് പ്രിഫർ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഇത് തന്നെയാണോ? ഇതിന്റെ കൂടെ എന്ന് വെച്ചാൽ നമുക്ക് സൈഡായിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അതിന്റെ കൂടെ നമ്മളൊരു മയോണീസ് ആണ് മെയിനായിട്ട് കൊടുക്കുന്നത്. ചെറിയൊരു സാലഡ് കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷ് നമുക്ക് അറബിക് ഡിഷാണ്. കൂടുതൽ ആൾക്കാർ ആള് വന്നിട്ട് നമുക്ക് ഓർഡർ പ്രകാരം ആദ്യം മുൻകൂട്ടി പറഞ്ഞിട്ട് നമുക്ക് ഓർഡർ പ്രകാരം വന്നിട്ട് കഴിക്കുന്ന ഒരു സാധനമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ കൂടുതൽ ചോദിച്ചു വരുന്നൊരു ഡിഷാണിത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ മയനൈസാണ് ഇത് പറയുന്നത്. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ സൈഡ് ഡിഷസ് നമുക്ക് ചേർക്കാമെങ്കിലും മയനൈസിൻ്റെ ആവശ്യമുള്ളൂ. നല്ല ടേസ്റ്റിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇത് കഴിച്ചിട്ട് ഞാൻ കൂടുതൽ റിവ്യൂസ് പറയാം. എന്തായാലും കഴിച്ചിട്ട് കൂടുതൽ റിവ്യൂസ് പറയാം. താങ്ക് യു. അപ്പോൾ നമ്മളുടെ മുമ്പിൽ കബാമ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കഴിച്ചിട്ട് പറയാം. ഞാനൊരു ലൈഫിൽ ആദ്യമായിട്ടാണ് ഈ സാധനം കഴിക്കാൻ പോകുന്നത്. ആക്ച്വലി നല്ല ഒരു ഡ്രൈ അല്ല, ബിരിയാണി പോലെ ഒന്നുമല്ല, ഒരു വെറൈറ്റിയാണ് സംഭവം. ഒട്ടും ഡ്രൈ അല്ല, നല്ല ഓയിലിയാണ്. അതുപോലെ തന്നെ മീറ്റ് വരുന്നതെല്ലാം ബോൺലെസ് മീറ്റാണ്, എല്ലാം ബോൺലെസ് മീറ്റാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് മീറ്റ്. അത്യാവശ്യം നമ്മുടെ ഈ ബിരിയാണിയുടെ മീറ്റ് പോലെ തന്നെ, എന്നാലും എനിക്ക് തോന്നുന്നു ദമ്മ് കയറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊരു
ഇതൊക്കെ ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ട്, നല്ല ഒരു ഫ്ലേവർ കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. കൊള്ളാം. ഞാനൊരു ക്വാർട്ടർ വേണ്ടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ 2 പേർക്ക് കഴിക്കാനുണ്ട്. ക്വാർട്ടർ വേണ്ടുള്ളൂ. അതിൻ്റെ ലാഭമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടെ മയനൈസാണ് ഒരു മെയിൻ കോഴ്സ് ആയിട്ട് പറഞ്ഞത്. മയനൈസ് ഇട്ടിട്ട് എങ്ങനെയാണ് അതിൻ്റെ ടേസ്റ്റ് വേരിയേഷൻ വരുന്നത് നമുക്ക് നോക്കാം. കൊള്ളാം, നല്ലതാണ്. പക്ഷേ മയനൈസ് ഇട്ട് കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ശരിയായ രുചി നമുക്കറിയാൻ പറ്റില്ല. നല്ല മയനൈസിൻ്റെ രുചി കയറി വരുന്നുണ്ട്. എങ്കിലും നല്ല ടേസ്റ്റിയാണ് സംഭവം. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും എല്ലാവരും പനമ്പള്ളി നഗർ വരുന്ന വഴിക്ക് അറേബ്യൻ ഫുഡ് ഇഷ്ടപ്പെടുന്നവരും അല്ലാത്ത ആൾക്കാരായാലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കഴിച്ച് നോക്കുക എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ നമുക്ക് സമയമായി. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.